പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ദർശന ടി വി ഇൻ്റൽസാറ്റ് 66 ദർശന ടി വി ചാനൽ മിസ്സിംഗ് ആണ്. നമ്മൾ ചാനലിൻ്റെ സിഗ്നൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സിഗ്നലൊക്കെ ഉണ്ട്, ആ ടി പിക്ക് സിഗ്നലുണ്ട്. എന്നാൽ ദർശന ടി വി ഈ സാറ്റലൈറ്റിൽ നിന്നും സാറ്റലൈറ്റ് ചേഞ്ച് ആയതാണ്, മറ്റൊരു സാറ്റലൈറ്റിലേക്കാണ് പോയിട്ടുള്ളത്. ദർശന ടി വിയിലുള്ള വന്നിരുന്ന ഈ ടി പിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടി പികളും എല്ലാ ചാനലുകളും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ചാനൽ മാത്രം സാറ്റലൈറ്റ് മാറിയതാണ്. മാറിയ സാറ്റലൈറ്റ് ജിസാറ്റ് 83 ഡിഗ്രിയിലുള്ള ജിസാറ്റ് ഇന്ത്യൻ സാറ്റലൈറ്റിലേക്ക് തന്നെയാണ് ഈ ചാനൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ജിസാറ്റ് 83 ഡിഗ്രിയിലുള്ള സി ബാൻഡ് ഒന്ന് ഓട്ടോ സ്കാൻ ചെയ്ത് നോക്കാം, ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് നോക്കാം. ഞാനിവിടെ സാധാരണ LNB ആണ് ഉപയോഗിക്കുന്നത്, സിംഗിൾ സൊല്യൂഷൻ അല്ല. LNB ഫ്രീക്വൻസി കൊടുത്തിട്ടുള്ളത് 5150 ആണ്. ബ്ലൈൻഡ് സ്കാനാണ് ചെയ്യുന്നത്. ഫ്രീ ടു എയർ, ഫ്രീ ചാനലുകൾ മാത്രം ട്യൂൺ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. എൺപത്തിമൂന്നിലെ സി ബാൻഡ് നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ ആദ്യമായി ചാനൽ കയറി വരുന്നത് കൊൽക്കത്ത ടി വി ആണ്. അത്യാവശ്യം നല്ല പവറുള്ള, നമുക്ക് സ്ട്രോങ് ടി പി എന്ന് തന്നെ പറയാം. ഇതിൽ മറ്റൊരു സ്ട്രോങ് ടി പി കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോയിലൊന്ന് കാണിക്കാം. ഇതിൽ നമുക്കിന്ന് എത്ര ചാനലുകൾ ട്യൂൺ ആവുന്നതെന്ന് നോക്കാം. ഞാനിന്ന് ഇതിൽ LNB ഫിറ്റ് ചെയ്തിരിക്കുന്നത് 10 ഫീറ്റ് അലുമിനിയം ഡിഷിൽ എക്സ്ട്രാ ക്ലാമ്പ് ചെയ്തിട്ടാണ്. സെൻറ്റർ ഫോക്കസ് ആയിട്ട് ഞാൻ 66 ഡിഗ്രിയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ക്ലാമ്പ് ചെയ്തിട്ടാണ് 83 ട്രാക്ക് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വീഡിയോയുടെ അവസാനം ഒന്ന് കാണിക്കാം. ഇന്നിപ്പോൾ മുഴുവൻ ചാനലുകളും ട്യൂൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ സി ബാൻഡ് ചാനലുകൾ ഏറ്റവും കൂടുതൽ ട്യൂണായി വരുന്നത് ഈ ഒരു സാറ്റലൈറ്റിലാണ്, 83 ഡിഗ്രി ജിസാറ്റ്. ഇന്ത്യൻ സാറ്റലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ പ്രാദേശിക ചാനലുകൾ, ഒരുപാട് ഭാഷയിലുള്ള ചാനലുകളൊക്കെ ഈ സാറ്റലൈറ്റിലുണ്ട്. അതുപോലെ 5 മലയാളം ചാനലുകളും നമുക്ക് അവൈലബിൾ ആണ്. 5-ൽ കൂടുതൽ മലയാളം ചാനലുകളുണ്ട് എങ്കിൽ കൂടിയും നല്ല നമുക്ക് പ്രോഗ്രാമുകൾ നല്ല രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 5 മലയാളം ചാനലുകൾ ഉണ്ടെന്ന് തന്നെ പറയാം. അതിൻ്റെ ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ പുതുതായി ഒരു മലയാളം ചാനൽ കൂടി വന്നിട്ടുള്ളത്, ദർശന ടി വി. വർഷങ്ങളോളമായി ദർശന ടി വി സംപ്രേഷണം ആരംഭിച്ചത് മുതൽ ഇൻ്റൽസാറ്റ് 66 ഡിഗ്രിയിലാണ്. ഇപ്പോൾ സാറ്റലൈറ്റ് മാറിയിരിക്കുകയാണ്. 1-2 ദിവസമായി ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ദർശന ടി വിക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ നമുക്കിന്ന് പുതിയ മാറിയ ഫ്രീക്വൻസിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ 83 ഡിഗ്രിയിൽ നമുക്ക് HD ചാനലുകളും അവൈലബിൾ ആണ്. DD സ്പോർട്സ് HD, അതുപോലെ മഴവിൽ മനോരമ HD എന്നിവയൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ന് നമുക്ക് ടോട്ടൽ 252 ഫ്രീ ചാനലുകൾ മാത്രം ട്യൂണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചാനലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി പുതിയ ചാനൽ ദർശന ടി വി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ദർശന ടി വിയുടെ TP ഒന്ന് ചെക്ക് ചെയ്യാം, സിഗ്നലും ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സാറ്റലൈറ്റിൽ കൂടുതലും പ്രാദേശിക ഭാഷയിലുള്ള ചാനലുകളാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഷകളിലെ ചാനലുകൾ ഇതിൽ അവൈലബിൾ ആണ്. തമിഴ് ചാനൽ, മലയാളം, ബംഗാളി, അതുപോലെ ഹിന്ദി, മറാഠി, ഒരുപാട് ഭാഷയിലുള്ള ചാനലുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് പുതിയ ചാനൽ എന്ന് പറയുമ്പോൾ ദർശന ടി വി ഏത് ഫ്രീക്വൻസിയിലേക്കാണ് വന്നതെന്ന് നോക്കാം. ദർശന ടി വി ഫ്രീക്വൻസി 3969, പോളാരിറ്റി വരുന്നത് ഹൊറിസോണ്ടലാണ്. സിമ്പിൾ റേറ്റ് 10,000 അല്ലെങ്കിൽ 49, 9999 അല്ലെങ്കിൽ 10,000 ആണ് ഇതിൻ്റെ ശരിയായ സിമ്പിൾ റേറ്റ് വരുന്നത്. രണ്ടും കൊടുക്കാം. ഇതിൽ നമുക്കിന്ന് 69% ഹലോ ബോക്സിൻ്റെ സോഫ്റ്റ്വെയറിൽ കിട്ടുന്നുണ്ട്. ഈ ഫ്രീക്വൻസി നോക്കി പുതിയ ആളുകളൊക്കെ, ചാനൽ കിട്ടാത്ത ആളുകളൊക്കെ 83 വെച്ച് ട്യൂൺ ചെയ്യുക. ഇനി ഇതിലെ മറ്റു ചാനലുകൾ നോക്കാം. കേരള വിഷൻ്റെ TP ഒന്ന് കാണിക്കാം. 3925, ഹോറിസോണ്ടൽ 28500. ഇനി നമുക്ക് മഴവിൽ മനോരമ HDയുടെ TP ഒന്ന് നോക്കാം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു HD ഫ്രീ ചാനലാണ്, ഏക HD മലയാളത്തിലുള്ള ഫ്രീ ചാനലാണ്. ഫ്രീക്വൻസി 411000, ഹോറിസോണ്ടൽ 8000, സിമ്പിൾ റേറ്റ് 8000. ഇതിൽ 69% പിക്ചർ സ്റ്റില്ലിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിലെ സ്ട്രോങ് TP, ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട് 83-ലെ സ്ട്രോങ് TP ഏതാണ് ചാനൽ. ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാവുന്ന ഈ TP ആണ്. MK നെറ്റ്വർക്കിൻ്റെ, MK ടെലിവിഷൻ, MK ട്യൂൺസ് ഇതൊക്കെ ലഭിക്കുന്ന ഈ ഫ്രീക്വൻസിയാണ്. 3955 ഫ്രീക്വൻസി, പോളാരിറ്റി വെർട്ടിക്കൽ, സിമ്പിൾ റേറ്റ് 115.72. ഇതിൽ എനിക്ക് 80% സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിലെ സ്ട്രോങ് TP എന്ന് പറയുന്നത്. ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാൻ ആളുകൾ ഇത് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം.
നിലവിൽ ഞാൻ പറഞ്ഞു നമുക്ക് നല്ല 5 മലയാളം ചാനലുകൾ, ഇപ്പോൾ ഇതോടുകൂടി 6 മലയാളം ചാനലുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇനി ഞാനിത് ട്രാക്ക് ചെയ്ത ഡിഷ് ആൻറ്റിനെ ഒന്ന് കാണിക്കാം. 10 ഫീറ്റ് 10 അടിയുടെ അലുമിനിയം നെറ്റ് ഡിഷ് ആൻറ്റിനയിലാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് 76.5 ഡിഗ്രിയിലുള്ള അപ്സ്റ്റാർ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് വലതു ഭാഗത്ത് 66ഉം 68ഉമാണ്. ഇടത് സൈഡിലാണ് നമുക്ക് 83 GSAT, അതിൻ്റെ തൊട്ടടുത്ത് 87ഉം 88ഉം കിട്ടുന്ന രാജ് മ്യൂസിക്കൊക്കെ ലഭിക്കുന്ന സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് സോളിഡിൻ്റെ ഒരു പഴയ LNB ആണ്. ചെറിയ ഫ്രീസിംഗ് ഉണ്ടെങ്കിലും അത്യാവശ്യം പിക്ചർ കാണാം, കുഴപ്പമില്ല. ഇൻ്റൽസാറ്റ് 66 ഡിഗ്രിയിൽ മലയാളം ചാനലുകൾ ലഭിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഇൻസാറ്റ് 2E വഴി ഈ പൊസിഷനിൽ തന്നെയായിരുന്നു നമുക്ക് മലയാളം ചാനലുകളെല്ലാം ലഭിച്ചിരുന്നത്. ഇനി ഇതിലേക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സിഗ്നൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.